സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്ന സാഹചര്യത്തിൽ 16-ന് ശേഷം ലോക്ഡൌണിൽ വലിയ ഇളവ് വന്നേക്കും. ഇന്ന് ട്രിപ്പിൾ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളാണുള്ളത്. പൊതുനിരത്തുകളിൽ പോലീസ് പരിശോധന ശക്തമാണ്. ഇന്നലെ 5.5 ലക്ഷം ഡോസ് കോവിഷീൽഡ് വാക്സിൻ എത്തിയതോടെ വാക്സിൻ ക്ഷാമത്തിന് താൽക്കാലിക പരിഹാരമായി. വിവരങ്ങളുമായി ഉമേഷാണ് ചേരുന്നത്. ഉമേഷ്, 3 സുപ്രധാനമായ കാര്യങ്ങളാണ്. ഒന്ന്, ഇന്നത്തെ നിയന്ത്രണം, കർശന നിയന്ത്രണം, അതെങ്ങനെ പോകുന്നു? പുതിയ ലോട്ട് വാക്സിൻ എത്തിയിട്ടുണ്ട്. നാളെ വാക്സിനേഷൻ പുനരാരംഭിക്കും എന്നും മനസ്സിലാവുന്നു. അതുമാത്രമല്ല, 16-ന് ശേഷം ഇളവുകൾക്ക് സാധ്യത എന്നും മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് വിശദമായി? ശക്തമായ നിയന്ത്രണം സംസ്ഥാനത്ത് ഇന്നും കൂടി തുടരും. ഇന്നലെ മുതൽ ആരംഭിച്ച ഇന്നുമാണ് നിയന്ത്രണം. ഇന്ന് അവശ്യ സർവീസുകൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഹോട്ടലുകളിൽ നിന്ന് ഹോം ഡെലിവറി അനുവദിക്കും. നേരിട്ട് പോയി ഭക്ഷണം പാഴ്സൽ വാങ്ങാൻ കഴിയില്ല. അത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഇന്നും ശക്തമായി തന്നെ തുടരും. എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും, അതായത് പോലീസ് സ്റ്റേഷൻ പരിധി തുടങ്ങുമ്പോഴും അത് പോലീസ് സ്റ്റേഷൻ പരിധി അവസാനിക്കുന്നതിൻ്റെയും സമീപ പ്രദേശങ്ങളിൽ കൃത്യമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. കൃത്യമായി ബാരിക്കേഡുകൾ വെച്ച് ഈ കയ്യിൽ സത്യവാങ്മൂലം കരുതാത്തവരെല്ലാവരെയും തിരിച്ചുവിടുന്നുമുണ്ട്. ശക്തമായ പരിശോധന സംസ്ഥാനത്ത് തുടരുന്നുണ്ട്. 16-ാം തീയതി വരെയാണ് ലോക്ക്ഡൌൺ നിലവിൽ നീട്ടിയിട്ടുള്ളത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 13-ൽ താഴെ എത്തിയിരുന്നു. അതായത് 12.75 സമീപത്ത് എത്തിയിരുന്നു. അതിന് മുൻപത്തെ ദിവസങ്ങളിൽ തുടർച്ചയായ 3 ദിവസം 14-ൽ താഴെ എത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്നലത്തെയും ഇന്നത്തെയും നിയന്ത്രണങ്ങൾ കൂടി കണക്കാക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ലോക്ക്ഡൌണിന് ഇളവുകളുണ്ടാകും. ലോക്ക്ഡൌണിൽ കൂടുതൽ കടകൾ തുറക്കാനുള്ള അനുമതി ഉണ്ടാകും. നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം വലിയ രീതിയിൽ പുനരാരംഭിക്കാനുള്ള അനുമതി ഉണ്ടാകും. ഈ നിലവിൽ പ്രവർത്തനാനുമതി ഇല്ലാത്ത ഷോപ്പുകൾ, പ്രത്യേകിച്ച് ഈ ബാർബർ ഷോപ്പുകൾ കൂടാതെ തയ്യൽ കടകൾ അടക്കമുള്ളവയ്ക്ക് ഇളവുകൾ നൽകി അവ തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള അനുമതിയായിരിക്കും ഈ ദിവസങ്ങളിൽ നൽകാൻ സാധ്യത. കൂടാതെ ഓട്ടോ, ടാക്സി എന്നിവ ഓടിച്ചു തുടങ്ങാനുള്ള അനുമതിയും ഉണ്ടാകും. ബസ്സുകൾ നിയന്ത്രണത്തോടെ ഓടിക്കാനുള്ള അനുമതിയും നൽകും എന്നാണ് ഇതുവരെയുള്ള വിവരം. എന്തായാലും വാക്സിൻ ക്ഷാമത്തിന് ഇപ്പോൾ താൽക്കാലിക പരിഹാരമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 3.5 ലക്ഷം ഡോസ് കോവിഷീൽഡ് വാക്സിൻ കേന്ദ്രം സൗജന്യമായി അനുവദിച്ച 3.5 ലക്ഷം ഡോസ് കോവിഷീൽഡ് വാക്സിനും 1.38 ലക്ഷം സംസ്ഥാനം പണം നൽകി വാങ്ങിയ കോവിഷീൽഡ് വാക്സിനും സംസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അതിന്റെ വിതരണം ഇന്ന് ഒട്ടുമിക്ക റീജിയണൽ വാക്സിൻ സെന്ററുകളിലേക്കും അവിടെ നിന്ന് ജില്ലാ വാക്സിൻ സെന്ററുകളിലേക്കും എത്തിക്കും. നാളെ മുതൽ വാക്സിനേഷൻ പൂർവ്വതോതിൽ പുനരാരംഭിക്കും. നിലവിൽ പ്രതിദിനം ഏകദേശം 1,50,000-ഓളം വാക്സിനേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 4 ദിവസത്തേക്ക് വരെയുള്ള വാക്സിൻ ഈ കഴിഞ്ഞ ദിവസം വന്നത് വെച്ച് 4 ദിവസം വരെ നമുക്ക് സാധാരണ രീതിയിൽ വാക്സിനേഷൻ നൽകി മുന്നോട്ട് പോകാനാകും. സുമേഷാണ് വിവരങ്ങൾ നൽകിയത്. പൊതുവെ ആശ്വാസകരമായ വാർത്തകളാണ്. വാക്സിനേഷൻ നാളെ തൊട്ട് പുനരാരംഭിക്കുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞു വരുന്നു. 16-ാം തീയതിക്ക് ശേഷം വലിയ ഇളവുകൾക്ക് സാധ്യതയുണ്ട്. ഏതായാലും ഇന്ന് കർശനമായ നിയന്ത്രണമാണ്. പരമാവധി പേർ പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കുക. ന്യൂസ് 18 ക്യാമ്പയിൻ തുടരുന്നു. വഴിയടഞ്ഞ ജീവിതങ്ങൾ. കോവിഡിനെ തുടർന്ന് വീട്ടുജോലിക്ക് ആളെ ആവശ്യമില്ലാതായതോടെ ദുരിതത്തിലായ ഒരു വിഭാഗമുണ്ട് നമ്മുടെ നാട്ടിൽ. പല കുടുംബങ്ങളുടെയും അത്താണിയായിരുന്നു അവർ. തിരുവനന്തപുരം കരകുളം സ്വദേശി സുധയ്ക്കും കുടുംബത്തിനും അത്തരമൊരു കഥയാണ് പറയാനുള്ളത്. ഇത് കരകുളം സ്വദേശി സുധ. 3 പെൺമക്കളടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയം. വീട്ടുജോലിയായിരുന്നു വരുമാനമാർഗം. എന്നാൽ കോവിഡിനെ തുടർന്ന് അതും നിലച്ചു. ഇതിനിടയിലുണ്ടായ വാഹനാപകടത്തിൽ സുധയുടെ വലതുകാലിന് ഗുരുതരമായി പരിക്കേറ്റു. നാട്ടുകാരുടെ സഹായത്തോടെ ആദ്യ ശസ്ത്രക്രിയ നടത്തി. പണമില്ലാത്തതിനാൽ തുടർ ശസ്ത്രക്രിയ നടത്താൻ കഴിഞ്ഞില്ല. അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തിയില്ലെങ്കിൽ കാലിൽ അണുബാധയുണ്ടാകുമെന്നാണ് ഡോക്ടർമാർ നൽകിയ മുന്നറിയിപ്പ്. 50,000 രൂപയാണ് ശസ്ത്രക്രിയയ്ക്ക് പ്രതീക്ഷിക്കുന്ന ചിലവ്. മക്കളെ പഠിത്തത്തിന് ആവശ്യത്തിനും വേറെ ആരും സഹായിക്കാനില്ല. ഈ ഓപ്പറേഷനും കൂടെ കഴിഞ്ഞാലേ എനിക്കൊരു ജോലിക്ക് പോയി എൻ്റെ മക്കളെ വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ. മഴയത്ത് ചോർന്നൊലിക്കുന്ന അടച്ചുറപ്പില്ലാത്ത വീട്ടിലാണ് സുധയും 3 പെൺമക്കളും കഴിയുന്നത്. വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിനാൽ വീട് ജപ്തി ഭീഷണിയിലാണ്. ലോക്ക്ഡൌൺ കാലത്ത് സുമനസ്സുകളുടെ സഹായവും കാത്തു കഴിയുകയാണ് ഈ കുടുംബം. ന്യൂസ് 18 തിരുവനന്തപുരം.
ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തമായി. ഇന്നും സംസ്ഥാനത്ത് ശക്തമായ മഴയുണ്ടാവും. ഇന്ന് 12 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വയനാട്, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിലാണ് അലർട്ട്. 5 ദിവസം മഴ ശക്തമായി തുടരും എന്നാണ് മുന്നറിയിപ്പ്. വടക്കൻ ജില്ലകളിൽ കൂടുതൽ മഴ ലഭിക്കാനാണ് സാധ്യത. യൂറോ കപ്പിൽ ഇന്ന് 3 മത്സരങ്ങൾ. വൈകിട്ട് 6:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ക്രൊയേഷ്യയെ നേരിടും. 9:30 നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ ഓസ്ട്രിയയുടെ എതിരാളി നോർത്ത് മാസിഡോണിയയാണ്. ഹോളണ്ട് ഉക്രൈൻ മത്സരം പുലർച്ചെ 12:30. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനം. നാളെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ എത്തുമ്പോൾ ദ്വീപിൽ കരിദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത് സേവ് ലക്ഷദ്വീപ് ഫോറം. വീട്ടുമുറ്റത്ത് കറുത്ത കൊടി ഉയർത്താനും ഈ ദിവസം കറുത്ത മാസ്ക് ധരിക്കാനുമാണ് ആഹ്വാനം. ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, ഏതായാലും അഡ്മിനിസ്ട്രേറ്റർ എത്തുമ്പോൾ ശക്തമായ പ്രതിഷേധത്തിന് തീരുമാനം. എങ്ങനെയൊക്കെയാണ് രീതികൾ? ഗോപി, ലക്ഷദ്വീപിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ടാം ഘട്ട സമരത്തിലേക്ക്, പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുകയാണെന്ന് പറയേണ്ടി വരും. ആദ്യം നിരാഹാര സമരത്തിന് ശേഷം പിന്നീട് ഇപ്പോൾ വീണ്ടും ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോവുകയാണ് ദ്വീപുകളിൽ. അത് ഒന്നടങ്കമാണെന്ന് അവർ പറയുന്നു. സേവ് ലക്ഷദ്വീപ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നലെ ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടായത്. അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഖോഡാൽ പട്ടേൽ എത്തുന്നത് സമരത്തിൻ്റെ ഒരു മൂർധന്യതയിലാണ് ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് എത്തുന്നത്. നാളെ എത്തുന്ന അദ്ദേഹം ഒരാഴ്ചയോളം ദ്വീപുകളിൽ ഉണ്ടാകും. കവരത്തിയിലും അഗത്തിയിലുമാണ് അദ്ദേഹം ഉണ്ടാവുക. മറ്റ് 7 ദിവസവും അദ്ദേഹത്തിന് ദ്വീപുമായി ബന്ധപ്പെട്ട ദ്വീപിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് കൂടിയാലോചനകൾ, ഇത് സംബന്ധിച്ച പരിപാടികൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ചാർട്ടിലുള്ളത്. മറ്റ് പരിപാടികളൊന്നും തന്നെ അദ്ദേഹത്തിന് അതിൽ ചാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ പ്രതിഷേധം വളരെ ശക്തമായിട്ട് തന്നെ കൊണ്ടുവന്ന് ദ്വീപ് ജനതയുടെ വികാരം അദ്ദേഹത്തെ അറിയിക്കുക എന്നതാണ് ഇപ്പോൾ ലക്ഷദ്വീപ് ഫോറം ആസൂത്രണം ചെയ്ത സമരത്തിൽ പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി ദ്വീപിൽ എത്തുന്ന നാളെ കരിദിനം ആചരിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഇതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ തന്നെയാണ് സമരം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നാളെ കറുത്ത മാസ്ക് ധരിക്കുക, കറുത്ത വസ്ത്രങ്ങൾ, പരമാവധി പേരോട് കറുത്ത വസ്ത്രങ്ങൾ ധരിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഒപ്പം വീട്ടുമുറ്റത്ത് തന്നെ കറുത്ത കൊടി ഉയർത്തുക, പ്ലക്കാർഡുകളുമായി നിരാഹാര സമരത്തിൽ എങ്ങനെ പങ്കെടുത്തുവോ അതുപോലെ തന്നെ നിരാഹാര സമരത്തിൽ പങ്കെടുത്ത അതേ മാതൃകയിൽ തന്നെ വീട്ടുമുറ്റങ്ങൾ സമരകേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ട് സമരത്തിൽ പങ്കെടുക്കുക എന്നതുകൂടി പറയുന്നുണ്ട്. പരമാവധി സർക്കാർ സ്ഥലങ്ങൾ, പൊതുനിരത്തുകൾ ഇതെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് വേണം വീട്ടുമുറ്റങ്ങളിലേക്ക് ഒതുങ്ങി വേണം സമരം ചെയ്യാമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ, വിവിധ ജില്ലാ പഞ്ചായത്തുകളുടെ അടക്കമുള്ള ജനപ്രതിനിധികൾ അഡ്മിനിസ്ട്രേറ്ററുടെ യാതൊരുവിധ പരിപാടിയിലും പങ്കെടുക്കരുത് എന്ന രീതിയിലുള്ളൊരു ആഹ്വാനവും നൽകിയിട്ടുണ്ട്. ഇത് ഏത് രീതിയിലാണ് ഭരണകൂടം സ്വീകരിക്കുക എന്നതാണ് ഇനി അറിയേണ്ടത്. ഗോപി, ഡാനിയാണ് വിവരങ്ങൾ നൽകിയത്. മരം വിഴുങ്ങികളെ സംരക്ഷിക്കുന്നത് ആരാ? കൈക്കൂലി ആരോപണത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്താതെ മുട്ടിൽ മരമുറി കേസിൽ വനം വകുപ്പ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം. കൊള്ളസംഘത്തിന് വേണ്ടി ഒത്തുകളിച്ചവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയെങ്കിലും നടപ്പായില്ല. ആരോപണ വിധേയരായ 2 ഉദ്യോഗസ്ഥരും ഇപ്പോഴും ജോലിയിൽ തുടരുകയാണ്. മരമുറി കേസിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന തുടങ്ങിയെങ്കിലും ആരോപണ വിധേയരായ 2 ഉദ്യോഗസ്ഥർ ഇപ്പോഴും ജോലിയിൽ വ്യാപൃതരാണ്. മുട്ടിൽ മരമുറി കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തിയെന്ന ഉത്തരമേഖല CCFന്റെ റിപ്പോർട്ടിൽ പറയുന്ന സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ NT സാജനാണ് ഇതിലൊന്ന്. ഈട്ടിക്കടത്ത് കേസിലെ മുഖ്യപ്രതി റോജി അഗസ്റ്റിൻ പുറത്തുവിട്ട ഓഡിയോ സന്ദേശത്തിൽ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം നേരിടുന്ന സൗത്ത് വയനാട് DFO രഞ്ജിത്ത് കുമാറാണ് രണ്ടാമത്തെയാൾ. മുട്ടിൽ മരം കൊള്ള നടത്തിയ സംഘത്തിന് വേണ്ടി ഒത്തുകളിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് പലതവണ വനമന്ത്രി AK ശശീന്ദ്രൻ ആവർത്തിച്ചതാണ്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഇഷ്ടാനുസരണം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ആ ധാരണ തിരുത്തണമെന്ന സന്ദേശമാണ് ഈ നടപടികളുണ്ടായത്. 2 പേരും ജോലിയിലിരിക്കെ അന്വേഷണത്തെ സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് പരിസ്ഥിതി പ്രവർത്തകരുൾപ്പെടെ ആശങ്കപ്പെടുന്നുണ്ട്. പ്രതികളുടെ അറസ്റ്റ് വൈകാനുള്ള കാരണം ഇതാണെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. S വിനേഷ് കുമാർ, News 18, കോഴിക്കോട്. മരം കൊള്ള വിവാദം ചൂടുപിടിക്കുമ്പോഴും പട്ടയഭൂമിയിലെ സംരക്ഷിത മരങ്ങളുടെ കണക്കില്ലാത്ത റവന്യൂ വകുപ്പ്. കോടിക്കണക്കിന് രൂപ വില വരുന്ന മരങ്ങളുടെ കണക്കെടുപ്പ് ഇനിയെങ്കിലും സർക്കാർ നടത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. വയനാട് ജില്ലയിൽ മാത്രം പട്ടയഭൂമിയിൽ 4 ലക്ഷത്തോളം ഈട്ടി മരങ്ങൾ ഉണ്ടെന്നും ഉണങ്ങിയതും വീണതുമായ ഈട്ടി മരങ്ങൾക്ക് ഏകദേശം 500 കോടി രൂപ വില വരും എന്നുമാണ് കർഷക സംഘടനകളുടെ കണക്കെടുപ്പിൽ കണ്ടെത്തിയത്.
റവന്യൂ ഭൂമിയിലെയും റവന്യൂ പട്ടയഭൂമിയിലെയും മരങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടായിട്ടും റവന്യൂ പട്ടയഭൂമിയിലെ സംരക്ഷിത മരങ്ങളുടെ കണക്കെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള പട്ടയരേഖകളിൽ മാത്രമാണ് മരങ്ങളുടെ കണക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ക്രോഡീകരിക്കാൻ പോലും റവന്യൂ വകുപ്പ് ശ്രമിച്ചിട്ടില്ല. റവന്യൂ പട്ടയഭൂമിയിലെ മരങ്ങളുടെ വൃക്ഷവില അടയ്ക്കാത്തതും സർക്കാർ റിസർവ് ചെയ്തവയും പട്ടയം അനുവദിച്ച കാലത്ത് ഭൂമിയിൽ ഉണ്ടായിരുന്നതുമാണ് ഇപ്പോൾ കാണുന്ന കൂറ്റൻ ഈട്ടി തേക്കുമരങ്ങളും ചന്ദനവും. ഇനിയെങ്കിലും മരങ്ങളുടെ കണക്കെടുക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇപ്പോൾ ഇങ്ങനെ വിവാദം വന്ന സ്ഥിതിക്ക് നാളുകളിൽ ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരു സെൻസസ് നടത്തിക്കൊണ്ട് ഒരു ഡാറ്റാബേസ് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വയനാട്ടിലെ 3 താലൂക്കുകളിലെ റവന്യൂ പട്ടയഭൂമിയിൽ മാത്രം 23,000-ഓളം ഈട്ടിമരങ്ങളുണ്ട്. ഇതിൽ 2,653 വീണ് കിടക്കുന്നു. ഉണങ്ങിയതോ കേടുപിടിച്ചതോ ആയ 8,252 ഈട്ടിമരങ്ങളുണ്ട്. ഉണങ്ങിയതും വീണതുമായ മരങ്ങൾക്ക് മാത്രം ഏകദേശം 500 കോടി രൂപ വിലമതിക്കും. 7,200 ഈട്ടിമരങ്ങൾ പൂർണ്ണമായും വളർച്ചയെത്തിയതാണ്. വയനാട് റവന്യൂ പട്ടയഭൂമി കർഷക സംരക്ഷണ സമിതി നേരത്തെ നടത്തിയ കണക്കെടുപ്പിലാണ് ഇത്രയും വിവരങ്ങളുള്ളത്. രതീഷ് വാസുദേവൻ, ന്യൂസ് 18 വയനാട്. ഇടവേള. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളികളാവുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 80,834 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 3,303 മരണം സ്ഥിരീകരിച്ചു. 1,32,62 പേർക്ക് രോഗം മാറി. രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3,70,000 ആയി. നിമിഷ ഫാത്തിമയെയും കുഞ്ഞിനെയും മോചിപ്പിച്ച് നാട്ടിലെത്തിക്കാൻ നിയമ പോരാട്ടത്തിനൊരുങ്ങി കുടുംബം. കോടതിയിലും മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉയർത്തിയ രാജ്യത്തിന് പുറത്തും വിഷയം ചർച്ചയാക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. മറ്റ് 3 യുവതികളുടെയും കുടുംബത്തെ കൂടി സഹകരിപ്പിക്കാനും ശ്രമം നടക്കുന്നുണ്ട്. നിമിഷയെയും കുഞ്ഞിനെയും തിരികെ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കുമടക്കം കുടുംബം നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ ഒരു മറുപടിയും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതേ ആവശ്യമുന്നയിച്ച് കേന്ദ്രത്തിനെ വീണ്ടും സമീപിക്കുന്നതിനൊപ്പം നിയമവഴിയും തേടുകയാണ് കുടുംബം. നിയമസാധ്യത മനസ്സിലാക്കിയ ശേഷം സുപ്രീം കോടതിയെ സമീപിക്കാനും സംസ്ഥാന സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് നിവേദനം നൽകാനുമാണ് ആലോചന. ഒപ്പം അന്താരാഷ്ട്ര ഇടപെടൽ നടത്താനാകുമോ എന്നും ശ്രമിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെയും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുടെയും ഇടപെടലിനും ശ്രമിക്കുന്നുണ്ടെന്ന് നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദു പറഞ്ഞു. ഞാൻ നിസ്സഹായ ഒരു അമ്മയാണ്. നിയമ നടപടികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. കാരണം ഇല്ലെങ്കിൽ ഞാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാം. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നിമിഷയ്ക്കൊപ്പമുള്ള മറ്റ് 3 യുവതികളുടെയും സഹകരണം തേടും. ഒന്നിച്ച് മുന്നോട്ടു പോകുന്നത് കൂടുതൽ അനുകൂലമാകുമെന്നാണ് ലഭിച്ച നിയമോപദേശം. ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസ് പുനഃസംഘടനയുടെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ കെ സുധാകരനും വി ഡി സതീശനും ഡൽഹിക്ക് പോകും. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പങ്കെടുക്കാതെ ദേശീയതലത്തിൽ നിർണായക ചർച്ച നടക്കുന്നത് സമീപകാലത്ത് ആദ്യമാണ്. ഒരാൾക്ക് ഒരു പദവി എന്ന മാനദണ്ഡം ഇല്ലാതാക്കുന്നതിനെതിരെ കോൺഗ്രസിലും വലിയ വികാരമുയരുന്നുണ്ട്. രാഷ്ട്രീയ ചർച്ചകൾ ഏറെ നടന്ന പുതുപ്പള്ളിയിൽ നിന്ന് കൗതുകം നിറഞ്ഞ ഒരു വാർത്തയുണ്ട്. പുതുപ്പള്ളിയുടെ സ്വന്തം ഉമ്മൻചാണ്ടി ജന്മനാട്ടിൽ ഒരു വീട് വെക്കാൻ തീരുമാനിച്ചു. മണ്ഡലത്തിൽ 50 ആണ്ട് പൂർത്തിയായപ്പോഴും ചെയ്യാത്തത് ഇപ്പോൾ ചെയ്യുന്നതിലെ കൗതുകമാണ് ഇതിനകം ചർച്ചയായത്. പുതുപ്പള്ളിയും ഉമ്മൻചാണ്ടിയും പരസ്പര പൂരകങ്ങളാണ് കേരളത്തിന് ഈ 2 പേരുകൾ. നിയമസഭാ പ്രാതിനിധ്യത്തിൻ്റെ 51ാം വർഷം എത്തിയപ്പോൾ ഉമ്മൻചാണ്ടി പുതിയ ചിന്തകളിലാണ്. ജന്മനാട്ടിൽ സ്വന്തമായൊരു വീട് വേണം. പണി ഉടൻ തുടങ്ങും. അത് വന്നാൽ താമസിക്കാനൊരു ഇടം എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. തറവാട്ട് വീടായ കരോട്ടുവള്ളക്കാലിലായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തന കേന്ദ്രം. എല്ലാ ഞായറാഴ്ചയും 100 കണക്കിന് ആളുകൾ ആശ്വാസം തേടിയെത്തിയ വീട്. ഓഫീസ് പോലും ഈ വീട് തന്നെ. സംസ്ഥാനത്ത് തുടർഭരണവും കോൺഗ്രസിൽ നേതൃമാറ്റവും ഉണ്ടായതിനു പിന്നാലെ തട്ടകം പൂർണ്ണമായും പുതുപ്പള്ളിയിലേക്ക് മാറ്റുകയാണോ എന്ന് ചോദിച്ചാൽ മറുപടി ഇതാണ്. നേരത്തെ തന്നെ കൂടുതൽ സമയം പുതുപ്പള്ളിലാണ്. ഈ കൊറോണ വന്ന സമയത്ത് മാത്രമേ എനിക്ക് ഇവിടെ വരാൻ സാധിക്കാതെ വന്നിട്ടുള്ളൂ. മറ്റേത് ഞാൻ വിദേശത്ത് പോയാൽ പോലും ഞായറാഴ്ച പുതുപ്പള്ളിയിലുണ്ടായിരിക്കും. കുടുംബസ്വത്ത് ഭാഗം വെച്ച് കിട്ടിയ 1 ഏക്കറിലാണ് വീട് പണി തുടങ്ങുന്നത്.
പുതിയ വീട് വെക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയം കൂടി ഉണ്ടെന്നാണ് പുതുപ്പള്ളിയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ അടക്കം പറയുന്നത്. ന്യൂസ് 18 കോട്ടയം. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ സ്ത്രീകളെ പൂജാരികളായി നിയമിക്കാനൊരുങ്ങി സർക്കാർ. പൂജാരികളാവാൻ താൽപ്പര്യമുള്ള സ്ത്രീകൾക്ക് പരിശീലനം നൽകുമെന്ന് വകുപ്പ് മന്ത്രി പി.കെ. ശേഖർ ബാബു പറഞ്ഞു. മുഖ്യമന്ത്രി സ്റ്റാലിന്റെ അനുമതിയോടെയാണ് ഇത് നടപ്പാക്കുന്നതെന്നും ശേഖർ ബാബു കൂട്ടിച്ചേർത്തു. എല്ലാ ജാതിയിലും ഉൾപ്പെടുന്നവർക്ക് അർച്ചകരാകാനുള്ള പദ്ധതി നടപ്പാക്കുമെന്ന് ശേഖർ ബാബു പറഞ്ഞിരുന്നു. കായിക വാർത്തകൾ. കാൽപന്തിന്റെ മഹാമേള കോപ്പ അമേരിക്കയ്ക്ക് നാളെ കിക്ക് ഓഫ്. ആതിഥേയരും നിലവിലെ ജേതാക്കളുമായ ബ്രസീൽ ആദ്യ മത്സരത്തിൽ വെനിസ്വേലയെ നേരിടും. കൊളംബിയ ഇക്വഡോർ മത്സരവും നാളെ നടക്കും. ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം ചെക്ക് താരം ബാർബോറ ക്രെസിക്കോവയ്ക്ക്. ഫൈനലിൽ റഷ്യയുടെ അനസ്താസിയയെ തോൽപ്പിച്ചാണ് ബാർബോറയുടെ കന്നി കിരീട നേട്ടം. ഇന്ന് നടക്കുന്ന പുരുഷ ഫൈനൽസിൽ നോവോക് ജോക്കോവിച്ച് ഗ്രീസ് താരം സ്റ്റെഫാനോസ് ടിറ്റ്സ്റ്റാമയെ നേരിടും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.